പ്രഭാസിന്റെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. സന്ദീപ് റെഡ്ഡി വാങ്കയാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രത്തിലെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ എൻഡോടുകൂടിയായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം മാർച്ച് 5 വെള്ളുവായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ആദ്യം തന്നെ കമൻസ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. ആദ്യം തന്നെ ചോദിച്ചുള്ളത് മാർക്കോ 2 എന്ന് വരുമെന്നാണ്. മാർക്കോ 2വിനെ പറ്റി പറയുകയാണെങ്കിൽ മാർക്കോ 2 ഇനിയും സംഭവിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഡിലേ ആകും. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഇനി മാർക്കോ 2 വരാൻ അല്ലെങ്കിൽ ഉണ്ണിമുദ്ര ലീഡിലാക്കി മാർക്കോ 2 വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. വരാനുള്ള ചാൻസസും ഇല്ല. അന്യഭാഷയിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചായിരിക്കും ഇനി മാർക്കോ 2 ആയാലും വരാൻ പോകുന്നത്. ഉണ്ണിമുദ്രൻ്റെ ആയാലും കറൻറ്റ്ലി ഇപ്പോൾ ഓരോ ലൈനപ്പുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അനൗൺസ്മെൻറ്റ് നടക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്തത് ചോദിച്ചുള്ളത് രോമാഞ്ചം, RDX 2 എന്നീ ചിത്രങ്ങളെ പറ്റിയാണ്. ഇതിൻ്റെ ഇപ്പം നഹാസ് ഹിദായത്ത് എന്ന് പറയുന്ന ഡയറക്ടർ അയാം ഗെയിം എന്ന ദുൽഖർ ചിത്രത്തിലായിരുന്നു. അടുത്തൊരു സൂര്യപടമൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു ലൈനപ്പിൽ നിൽക്കുന്ന പുള്ളിയാണ്. അതുകൊണ്ട് RDX 2 ഉടനെ വരാനുള്ള ചാൻസ് കാണുന്നില്ല. ഇപ്പോൾ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറൊക്കെയാണ് ജിത്തു മാധവ്. ഇപ്പോൾ രോമാഞ്ചം, ആവേശം, പിന്നെ ആവേശം 2 വരുമെന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സൂര്യപടം. അങ്ങനെ കൈ നിറയെ സിനിമയുള്ള ഈ ഒരു ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു സിനിമയുടെയൊക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ രോമാഞ്ചം 2 ഒന്നും ഉടനെ ഉണ്ടാവില്ലെന്ന് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അടുത്ത ആഴ്ച വെച്ചിട്ടുള്ള ജയ് ഹനുമാൻ എന്ന ചിത്രത്തെ പറ്റിയാണ്. ഋഷഭ് ഷെട്ടിയുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് ശക്തിശാലിൻ, പിന്നെ മിഷൻ എന്ന ചുബ്ലസിംഹം എന്നീ ചിത്രത്തെ പറ്റിയായിരുന്നു. ഇത് ശക്തിശാലിൻ എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം ഡിസംബർ മാസം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കൂടാതെ മിഷൻ ചുൽബുൽ സിംഹം എന്ന ചിത്രത്തെ പറ്റി ഇതുവരെയായിട്ടും അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ട് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. പിന്നെ സന്ദീപ് റെഡ്ഡി വാങ്ങ അല്ലു അർജുൻ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാവുന്നതുകൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറൻറ്റ്ലി പ്രഭാസിനെ വെച്ച് സ്പിരിറ്റ് എന്ന ചിത്രമാണ് സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം ആനുവൽ പാർക്കാണ്. അതിനുശേഷമാണ് അല്ലു അർജുനെ വെച്ചാണോ മഹേഷ് ബാബുവിനെ വെച്ചാണോ അടുത്ത പ്രൊജക്റ്റ് വരിക എന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ പുറത്തിറങ്ങാൻ പോകുന്നത്. അടുത്തതായി ചോദിച്ചിട്ടുള്ളത് സലാർ 2വിനെ പറ്റി അപ്ഡേറ്റ് ഉണ്ടെന്നാണ്. സലാർ 2വിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ NTRൻ്റെ 31 ചിത്രത്തിന് ശേഷം അടുത്ത ചിത്രം സലാർ 2 ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അവരപ്പൻ 2വിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസിനെ പറ്റി അപ്ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രം വരുന്ന ഏപ്രിൽ 14 വേൾഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ കാട്ടാളം ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. മെയ് 28 വരാനുള്ള ചാൻസസ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. ഇത് ജസ്റ്റ് ചാൻസസ് മാത്രമാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബെൻസ് എന്ന ചിത്രത്തെ പറ്റിയാണ്. ബെൻസ് എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ലോകേഷ് തന്നെ ഉടനെ പുറത്തുവിടുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ലോകേഷ് ആദ്യമായി നായകനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് DC എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഷൂട്ട് ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു അരുൺ മാധേശ്വരൻ ചിത്രമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു ടോട്ടലി ആക്ഷൻ പാക്ഡ് റൈഡ് ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പിന്നെ തലൈവർ 173യെ പറ്റി ചില അപ്ഡേറ്റുകളും കാര്യങ്ങളും പറയാനുണ്ട്. അശ്വിൻ മാരിമുത്തു ആയിരിക്കും അല്ലെങ്കിൽ ഡ്രാഗൻ്റെ ഡയറക്ടറായിരിക്കും ഈ ഒരു ചിത്രം ചെയ്യുക എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്ന് ആ ഒരു ഡയറക്ടർ പിന്മാറി വീണ്ടും സിബി ചക്രവർത്തി വന്നിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണം ആ ഒരു സിബി ചക്രവർത്തിയുടെ സ്ക്രിപ്റ്റ് കുറച്ച് പോരായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മാറ്റി അതിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തി തലൈവരെ വീണ്ടും കേൾപ്പിച്ച് ആ ഒരു പ്രൊജക്റ്റ് വീണ്ടും ലോക്ക് ആയിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴൊരു ഫൈനൽ സ്റ്റേജിലുള്ള സ്ക്രിപ്റ്റ് പ്രോസസ്സിലാണ് ഇപ്പോഴും സിബി ചക്രവർത്തി. ചിത്രത്തിൻ്റെ കാസ്റ്റും പരിപാടികളൊക്കെ ഏകദേശം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നായകനായി തലൈവറും നായികയായി സിമ്രാനും എത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ തലൈവറുടെ മകൻ്റെ വേഷത്തിൽ ബേസിലും വില്ലനായിട്ട് ഈ എന്തിരൻ പോലുള്ള സിനിമകളിലൊക്കെ ഡയറക്ടറുള്ള ശങ്കർ എത്തുമെന്നും ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു ക്യാമിയോ എന്ന രീതിയിൽ കമൽഹാസനും എത്തുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടനും മമ്മൂക്കയും പ്രധാന വേഷത്തിലെത്തി ഇവരുന്ന മെയ് 1 തിയേറ്ററിലേക്ക് റിലീസിനെത്താതിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് പാട്രിയോട്ട് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് സെൻസർ ബോർഡ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. 3 മണിക്കൂറാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. കൂടാതെ ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അമീർ ഖാന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു 3 Idiots എന്ന ചിത്രം. ചിത്രത്തിന് 2ാം ഭാഗം വരാൻ പോവുകയാണ്. അമീർ ഖാനാണ് ഈ ഒരു കാര്യം കൺഫേം ആക്കിയിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ഇത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. വിത്ത് ഹ്യൂമർ എലമെന്റ്സ് ഒക്കെ ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ വർക്കുകൾ ഇപ്പോൾ നടന്നു പോവുകയാണ്. സൂര്യനായകനാക്കി RJ ബാലാജിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കറുപ്പ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ പറ്റി RJ ബാലാജി പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഫുള്ളി ഒരു കൊമേഴ്ഷ്യൽ പാക്ഡ് ചിത്രമായിരിക്കും. എല്ലാ 10 മിനിറ്റിലും ചിത്രത്തിലൊരു ഹൈ മൂവ്മെന്റ് ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ സിനിമയിൽ ഉണ്ടായ ചിത്രം കിടിലവർ എന്റർടൈനർ ആയിരിക്കും. രോമാഞ്ചം, ആവേശം 2 പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ സംവിധാനത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 47. ഈ ഒരു ചിത്രത്തിന് ശേഷം അടുത്തതായി ജിത്തു മാധവ് സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ദുൽഖറിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടി തന്നെ ഫാൻസ് എല്ലാം വലിയൊരു ആവേശത്തിലാണ്. കാരണം ജിത്തു മാധവനെ പോലെ ഒരു ഡയറക്ടർ ദുൽഖറിനെ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യുമെന്നാണ് എല്ലാവരും തന്നെ നോക്കി കാണുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ആരംഭിക്കാൻ പോകുന്നത് ഈ ഒരു വർഷം അവസാനത്തോടെ ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് വരുമെന്ന് കൺഫേം ആയിട്ടൊരു കാര്യമാണ്. നമ്മുടെ മലയാളത്തിൽ എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കോംബോ ആയിരുന്നു പൃഥ്വിരാജ് ദിലീപ് കോംബോ. ബട്ട് അവരുടെ ഒരു കോംബോയിൽ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന്
എന്ന് ചോദിച്ചാൽ ഇല്ല. അവരെങ്ങാണ്ട് ഒന്നിച്ച് എനിക്ക് തോന്നുന്നു ഒരു സിനിമയിലായിട്ട് വന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത് 2020 എന്ന ചിത്രമാണ്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെയും ദിലീപ് ഏട്ടൻ്റെയും ഒരു ചിത്രം ഇപ്പോൾ ക്ലാഷ് റിലീസിന് ഒരുങ്ങുകയാണ്. ഇവർ തമ്മിൽ ഒരു ക്ലാഷ് റിലീസ് ചിത്രം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്ലാഷ് ചിത്രം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദിലീപ് ഏട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കുന്ന നീക്കം എന്ന ചിത്രം ഈ വരുന്ന ജൂലൈ 4th റിലീസ് പ്ലാൻ ചെയ്യുന്നതാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഏത് ചിത്രമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിസാം ബഷീറിൻ്റെ സംവിധാനത്തിൽ ഒരുക്കുന്ന നോബഡി എന്ന ചിത്രം ഈ വരുന്ന ജൂലൈ 1st വീക്കോടെ റിലീസ് എടുക്കുന്നുണ്ടെന്നും അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഒഫീഷ്യലി കൺഫേം ആക്കുകയാണെങ്കിൽ അടുത്തൊരു മികച്ചൊരു ക്ലാഷ് റിലീസ് തന്നെ കാണാൻ സാധിക്കും. കാരണം നോബഡി എന്ന ചിത്രം എന്തോ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ചിത്രമാണ്. നല്ലൊരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ദിലീപ് ഏട്ടൻ്റെ കുറേ നാൾക്ക് ശേഷം ഒരു കിടിലൻ ജോണർ ഷിഫ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണ് നീക്കം എന്ന ചിത്രം. രണ്ട് ചിത്രത്തിനും അത്യാവശ്യം ഹൈപ്പും കാര്യങ്ങളുണ്ട്. ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചിത്രത്തിനായിരിക്കും കിടിലം ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഏത് ചിത്രമാണ് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. എന്തായാലും നല്ലൊരു പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട് ഈ ഒരു ക്ലാഷ് റിലീസിന്. ഈ ഒരു ചിത്രത്തെക്കുള്ള അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.